ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് പോവാന്ന്, ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് പോവാന്ന്. പിന്നെ കുറച്ച് സാധനം വാങ്ങാണ്ട് അനിയത്തിയുണ്ട്, അവൾക്ക് ഒരു ജോലി അന്വേഷിച്ച് പോകാനുണ്ടായിന്. അപ്പോൾ അവിടെ വിളിച്ചിട്ടുണ്ടായിന് ഇന്ന് അങ്ങനെ അവൾ അടുത്തേക്ക് പോകാമെന്ന്. അപ്പോൾ നമുക്ക് റിക്ഷ കിട്ടി, നമ്മൾ അറിയുന്ന ആൾ തന്നെ റിക്ഷയാണ്. അപ്പോൾ നമ്മൾ റിക്ഷയിലേക്ക് ഒരു നേരെ പോയത് ഷോപ്പ് റിക്സിൽ. അപ്പോൾ ഷോപ്പ് റിക്സിൻ്റെ ഇപ്പുറം ഒരു അവല് മിൽക്കിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഞാനുണ്ട് ഇനിയത്തും ഞാൻ ഇരുന്ന് കുടിച്ചില്ല. അപ്പോൾ ഞാൻ അമ്മപ്പറന്ന് ഇരുന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കുടിച്ചിട്ടായിട്ട് അപ്പോൾ നേരെ ഷോപ്പ് റിക്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അങ്ങനെ വലിയ ആളൊന്നും ഉണ്ടായിട്ടായിട്ട് ഇന്നാടെ ന്യൂട്രലെല്ലാം വെച്ചിട്ട് കാണാൻ എന്തിപ്പോൾ വാങ്ങുക. ന്യൂട്രലൊക്കെ ഭയങ്കര പൈസ കേസ്. ഇന്ന് എന്നാലും ഓഫർ ഉണ്ടായിന് കേട്ടോ, ചില ഇതിനെല്ലാം ഓഫർ ഉണ്ടായിന്. അങ്ങനെ സാധനമെല്ലാം ഉമ്മ വാങ്ങുമ്പോൾ കനിയെത്തി വന്നിട്ട് അങ്ങനെ അവിടെ മുറ്റത്ത് തന്നെ കഫേ ഉണ്ട്. ആ കഫേന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈം ജ്യൂസെല്ലാം ഓർഡറാക്കി ഞാനൊക്കെ ഒരു ബർഗറും വാങ്ങിയിട്ട് നമ്മൾ നേരെ സാധനമെല്ലാം റിക്ഷയിലേക്ക് കയറ്റുന്നുണ്ട്. ആ ഏട്ടൻ നല്ലൊരു ഏട്ടനാണ് കേട്ടോ. ആ ഏട്ടനാണ് നമുക്ക് എപ്പോഴും സാധനമെല്ലാം വണ്ടിയിലേക്ക് കയറ്റിത്തീർത്ത് നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ കാഞ്ഞങ്ങാടെല്ലാം ഭയങ്കര തിരക്കാണ്. ഒരു അമ്പലത്തിലൊരു പരിപാടി ഉണ്ടായിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനമായിട്ട് ഇന്ന് കുശാൽ നഗർ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. പോയി എണ്ണയിൽ അടിച്ച് വരാൻ പറ്റിയ അത്ര ദൂരേ ഇല്ലു. അങ്ങനെ നമ്മൾ പുരയിലേക്ക് എത്തി അവിടെ ഇരുന്നതിന് ശേഷം സാധനം എല്ലാം ഓരോന്നോരോന്നായി ഉമ്മ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയാണ് നമുക്ക് മുറിച്ച് നോക്കാം. എന്നിട്ട് അങ്ങനെ മുറിച്ചിട്ടെല്ലാം നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ ചായ വെക്കാൻ നല്ല പാൽ ചായ കുടിക്കാം നമുക്ക്. പിന്നെ ഉമ്മ ഇതൊക്കെ കൊണ്ടുവന്ന സാധനം എല്ലാം ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. എല്ലാ സാധനവും ഇവിടെ നിരത്തിയിട്ടുണ്ട്. നല്ല മഴ പെയ്തിട്ടാ, ഒരു നല്ല വെയിലുണ്ടായിന്, പെട്ടെന്നുണ്ടൊരു മഴ. ഈ മഴ പെയ്യുമ്പോൾ മുറ്റം കാണാൻ ഭയങ്കര ഒരു വൃത്തിയതാണ്. മുറ്റത്ത് കിയാനേ തോന്നുന്നില്ല. നമ്മൾ അടുത്ത വായെല്ലാം കൊത്തിയിട്ട് അടെല്ലാം നല്ല വൃത്തിയാക്കി ഇപ്പൊ കാണാൻ നല്ലൊരു നീറ്റുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചേ പുറത്തിരുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിക്കാനിരുന്നതാണ്. ചായ കൂട്ടാൻ ലഡു ഉണ്ട്, കേക്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിക്കാന്ന്, നമുക്ക് ചായ കുടിക്കാം ഗൈസ്. ഇപ്പൊ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കാന്ന്. നമ്മൾ വിചാരിച്ച മുട്ട ബിരിയാണി ഉണ്ടാക്കാന്ന്. മുട്ട ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവയുടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ആകുമ്പോഴേക്ക് നമുക്ക് ചോറുണ്ടാക്കാം വിചാരിച്ച് ചോറുണ്ടാക്കാന്ന്. എല്ലാം ഒന്നിച്ചിട്ട് ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് ഒരു തട്ടിക്കൂട്ട്. രാത്രി മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉമ്മയുടെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഒന്നിച്ചിട്ടാക്കുന്നതാണ് കേട്ടോ, സെപ്പറേറ്റ് അല്ല. അങ്ങനെ നമ്മളെ മുട്ട ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ബിരിയാണി നമുക്കിത് കഴിക്കാം ഗൈസ്. മുട്ട ബിരിയാണീൻ്റെ ഒക്കെ നല്ല തൈരും ഇത് നല്ലതാണ് കേട്ടോ, മറ്റേതാണെന്നും കൂട്ടി നല്ലതാണിത്. കൂട്ടി നല്ല വാങ്ങി ചോറ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ